ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്ര പരിസരത്ത് നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരുവിനെക്കുറിച്ച് പരാതിയുമായി ഒരിക്കൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ചു. ശാന്തിക്കാരനോട് സ്വാമി ചോദിച്ചു, മോഷ്ടിച്ചു തുടങ്ങിയതിന് ശേഷം നീ അവനെ കണ്ടോ? കണ്ടു സ്വാമി. പകൽ കറങ്ങി നടന്ന് ചക്കയൊക്കെ ഉന്നം വെച്ചിട്ട് പോകും. രാത്രിയിലാണ് മോഷണം. ശാന്തിക്കാരൻ പറഞ്ഞു. മറുപടിയായി സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, രാത്രിയിൽ വന്നാൽ കാലിൽ മുള്ളുകൊള്ളും, അല്ലെങ്കിൽ വല്ല പാമ്പം കടിക്കും. പകൽ തന്നെ വന്ന് ചക്കയിടുന്നതാണ് നല്ലതെന്ന് നീ അവനോട് പറയാത്തതെന്താ? നീ ജീവകാരുണ്യമില്ലാത്തവനാ. ഇനിയെങ്കിലും നീ അവനെ സ്നേഹിക്കണം. അവനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ ലജ്ജിച്ചുപോയി. ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കുമ്പോൾ അവനുണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. വിശുദ്ധ ലൂക്കോസ് 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെവിടും കാണിച്ചു കൊടുക്കുക. നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവൻ കൊടുക്കുക. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യും. ദൈവത്തോടടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകേണ്ട മനസ്സറിവിനെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാം പിടിച്ചടക്കുന്നതല്ല, മറിച്ച് ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന സുവിശേഷങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശനം നേടാൻ ആഗ്രഹിച്ചവനോട് കർത്താവ് പറയുന്നത് ഇത് തന്നെ. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹ കൂട്ടു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20:35. വാങ്ങുക എന്നതല്ല, കൊടുക്കുക എന്നതാണ് പ്രധാനം. നമ്മിൽ നിന്ന് മറ്റുള്ളവർ സമ്പത്തും സ്നേഹവും കരുണയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് പകർന്നു കൊടുക്കുക എന്നതാണ് ക്രിസ്തു ശിഷ്യരുടെ ലക്ഷ്യം. നന്മ പകരുക എന്നതിനേക്കാൾ വലിയ സ്നേഹത്തിന്റെ പ്രകടനം മറ്റെന്താണ്? സ്വന്തം ജീവൻ പകർന്നു തന്ന് മാതൃക കാണിച്ച ക്രിസ്തു ശിഷ്യരായി മാറാൻ എല്ലാം പകരുന്നവരാകാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാഹിൽ വിശ്രാമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാഹിൽ വിശ്രാമം പ്രാപിച്ചിടും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല.